കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ജോയ്സ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ജോയ്സ് ടി വിയുടെ പ്രേക്ഷകരെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകി തരുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലോ. നാം എങ്ങനെ പ്രാർത്ഥിക്കണം ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകം നാം ആദ്യോടന്തം പഠിച്ചാൽ ഒരുപാട് രീതിയിൽ പ്രാർത്ഥിച്ചവരെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തു തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കാനല്ല, യേശു ഒരു മാതൃക എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു മാതൃക കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കുന്നവരുമാണല്ലോ. എന്നാൽ പ്രാർത്ഥിച്ച് ഇട്ട് മറുപടി കിട്ടാതെ ഒരുപാട് നാളുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. പലപ്പോഴും അവരങ്ങ് തളർന്നു പോകുന്നൊരനുഭവം ഉണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ചിലപ്പോൾ നമ്മളൊരു വിഷയത്തിന് വേണ്ടി പല നാളുകൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ നാം തളർന്നു പോകുന്നവരാണ്, നാം മടുത്തു പോകുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയം ഓർത്ത്, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ ഓർത്ത്, ചിലപ്പം മദ്യപാന്മാരാകുന്ന ഭർത്താക്കന്മാർ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതിന്, ഭാര്യമാർ കടന്നു വരേണ്ടതിന്, ചില ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീകമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊന്നും ആ പ്രാർത്ഥനയ്ക്കൊന്നും നാം വിചാരിക്കുന്ന സമയത്ത് നമുക്കൊരു മറുപടി എന്തോ ലഭിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ നാം അങ്ങ് തളർന്നു പോകാറുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം ചിന്തിക്കാൻ പോകുന്നത്, നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ച് തളർന്നവരാണോ, മടുത്തു പോയവരാണോ എങ്കിൽ നിങ്ങളോടാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സംസാരിക്കാനുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഗ്രഹവും ആശ്വാസവും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തക്ക സമയത്ത് മറുപടി തരുമെന്നുള്ളൊരു വിശ്വാസം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊരു ഉദാഹരണം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബേസിക് അടിസ്ഥാനങ്ങളും വിശുദ്ധ വേദപുസ്തകം പ്രകാരമാണല്ലോ. നമ്മുടെ കുറേ വാക്കിൻ്റെ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനമാക്കിയാണ് നാം സംസാരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്കെല്ലാത്തിനും ആധാരം. ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്, ബേസിക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബേസിക്കിൽ നമുക്കിന്ന് പകൽക്കാലം നാം പ്രാർത്ഥിച്ച് തളർന്നവരാണെങ്കിൽ അതിനുള്ള ഒരു മറുപടി, അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ട് ദൈവവചനത്തിൽ നിന്ന് മുൻപാകെ നമുക്ക് അല്പസമയം ആയിരിക്കാം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടൊരു ഉപമ പറഞ്ഞതാണ്. പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് തളർന്നവരെക്കുറിച്ച് കർത്താവ് അവരോടൊരു ഉപമയിലൂടെ അവർക്കത് മനസ്സിലാക്കി കൊടുത്തതാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ യേശുക്രിസ്തു പറയുകയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ കർത്താവിനറിയാം, നാം പ്രാർത്ഥിച്ച് മനുഷ്യരാണ്, നാം പ്രാർത്ഥിച്ച് എന്തോ ചെയ്യും, മടുപ്പുള്ളവരായിത്തീരും. നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള സമയത്ത് അല്ലെ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ നാം എന്തോ ചെയ്യും, മടുത്തു പോകും. ചിലർ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ എന്തോ ചെയ്യും, മാറിപ്പോകും. ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും മറുപടി ലഭിച്ചില്ല, പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരെ പലരെയും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നാം അങ്ങനെ ഒരിക്കലും പിന്മാറിപ്പോകരുത്. നമ്മുടെ പ്രാർത്ഥന കർത്താവ് തീർച്ചയായിട്ടും കേൾക്കും. അപ്പം കർത്താവ് തന്നെ നമ്മോട് അഡ്വാൻസായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാം പ്രാർത്ഥനയിൽ എന്തോ ചെയ്യും, മടുത്ത് പോകരുത്. അപ്പം ഈ കർത്താവ് അതിനൊരു ഉപമ പറഞ്ഞതാണ്. അതിൻ്റെ
1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമയായിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അവിടെ ഒരു വിധവയുണ്ടായിരുന്നു. അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. സ്തോത്രം. 3 പേരാണ് ഈ ഒരു ഉപമയ്ക്കകത്ത് കടന്നു വരുന്നത്. ഒരു ന്യായാധിപനുണ്ട്. ന്യായാധിപനെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ, ഈ ന്യായാധിപൻ ദൈവത്തെ ഭയമില്ലാത്ത ഒരു വ്യക്തിയാണ്. മനുഷ്യനെയും ഒരു ശങ്കയില്ല. സാധാരണ മനുഷ്യർക്കൊക്കെ ഒന്നീ ദൈവത്തെ ഭയമില്ലെങ്കിലും മനുഷ്യനെ ഭയം കാണും. ചിലർക്ക് മനുഷ്യനെ ഭയമില്ലെങ്കിൽ ദൈവത്തെ ഭയം കാണും. ഈ ന്യായാധിപൻ്റെ ജീവിതത്തിൽ ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെയും ഒരു ഭയമില്ലാത്ത ഒരു ന്യായാധിപനാണ്. അപ്പം ദൈവത്തെയും മനുഷ്യനെയും ഭയമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കഠിനനായ ഒരു മനുഷ്യനായിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും ഒരു നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ആ നാട്ടിൽ തന്നെ ഒരു വിധവയുണ്ടായിരുന്നു. ആ വിധവയെക്കുറിച്ച് പഠിച്ചാൽ ആരുമില്ലാത്ത ഒരു വിധവ. അവളെ സഹായിപ്പാനോ ഒന്നും ആരുമില്ല. എന്നാൽ അവൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ഉദാഹരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിയോഗിയുണ്ട്. എപ്പോഴും അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് ഒരു പ്രതിയോഗിയുണ്ട്. അപ്പം ആ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് അവൾക്കൊരു വിടുതലും നീതിയും ന്യായവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിധവ ഈ ന്യായാധിപനെ സമീപിച്ചത്. എന്നാൽ ഈ ന്യായാധിപൻ ഇതൊന്നും കേട്ടിട്ട്, ആദ്യം ഒന്നും അവളുടെ വാക്കുകൾ കേട്ടിട്ടൊന്നും ഇവൾക്കൊരു നീതിയോ ന്യായമോ ഒരുക്കി കൊടുത്തില്ല. എന്നാൽ പ്രതിയോഗി ഇവളെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഈ വിധവ എന്തോ ചെയ്തു, എന്നും ഈ ന്യായാധിപൻ്റെ അടുത്ത് കടന്നു ചെല്ലും. തുടർമാനം ന്യായാധിപൻ്റെ അടുത്ത് കടന്നു ചെല്ലും. ഇന്നൊരു എൻ്റെ ഈ ഒരു വിഷയത്തിനൊരു സൊല്യൂഷൻ ലഭിക്കും. അതവൾ ചെല്ലുമ്പോഴവൾക്ക് ലഭിക്കത്തില്ല. പിറ്റേ ദിവസം അവൾ ചെയ്യും. അങ്ങനെ ഡെയിലി അവൾ ന്യായാധിപനെ സമീപിച്ചു കൊണ്ടേയിരുന്നു. ഒരുപാട് കാലം, കുറേ കാലം അങ്ങനെ സമീപിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈ വിധവയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ, വിധവ ഒരിക്കലും തോറ്റു പിന്മാറിയില്ല. വിധവയ്ക്കൊരു ധൈര്യമുണ്ടായിരുന്നു. വിധവയ്ക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. വിധവയ്ക്ക് ഉള്ളിലൊരു നിർണയമുണ്ട്. ഞാൻ എങ്ങനെയാണെങ്കിലും ഈ ന്യായാധിപൻ്റെ മുൻപിൽ നിന്ന്, ഈ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. എൻ്റെ വിഷയത്തിന് ന്യായാധിപനിൽ നിന്ന് ഞാനൊരു മറുപടി മേടിച്ചിരിക്കും. അതുകൊണ്ട് അവൾ എന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഈ ന്യായാധിപന് തന്നെ തോന്നി, ഈ വിധവ ഇങ്ങനെ എന്നും വന്ന് എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഒരു ദിവസം വന്ന് അവൾ എന്നെ എന്തോ ചെയ്യും, ശാസിക്കും. ഒരു ദിവസം വന്ന് അവൾ എൻ്റെ നേരെ എന്തോ ചെയ്യും, വിരൽ ചൂണ്ടും. ഒരു ദിവസം വന്ന് അവൾ എൻ്റെ നേരെ എതിർത്ത് നിൽക്കും, നീ എന്താണ് ചെയ്തെന്ന് ചോദിക്കും. അങ്ങനെ ഈ ന്യായാധിപൻ്റെ ജീവിതത്തിലൊരു ഈ വിധവയുടെ എപ്പോഴുമുള്ള ഈ വരവും ന്യായാധിപനെ ഇങ്ങനെ എപ്പോഴും കടന്നു വന്ന് ഈ കാര്യം ഇങ്ങനെ ഓർപ്പിച്ച് അസഹ്യപ്പെടുത്തിയത് കൊണ്ട് ന്യായാധിപൻ ഒരു തീരുമാനമെടുത്ത്, ഇവിടെ വിഷയത്തിലൊരു മറുപടി ഞാൻ ചെയ്ത് കൊടുക്കും. കർത്താവായ യേശുക്രിസ്തു അതാണ് പറഞ്ഞത്. അങ്ങനെ ആ വിധവയുടെ വിഷയത്തിനൊരു മറുപടി ആ ന്യായാധിപൻ അവിടെ ചെയ്തു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. യേശുക്രിസ്തു അവിടെ പറയുന്നത്, ഈ ന്യായാധിപൻ ആ വിധവയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തെങ്കിൽ, ദൈവത്തെ ഭയവുമില്ല മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഈ ന്യായാധിപൻ വിധവയുടെ ജീവിതത്തിൽ വിധവയുടെ വിഷയത്തിന് ഇങ്ങനെ ഒരു മറുപടി ഉണ്ടാക്കി കൊടുത്തു എങ്കിൽ, ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ന്യായാധിപനെ പോലെയല്ല. നമ്മുടെ കർത്താവ് സ്നേഹവാനായ ഒരു ന്യായാധിപനാണ്, സ്നേഹവാനായ ഒരു ദൈവമാണ്. നമ്മെ സഹായിപ്പാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവമാണ്.
പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനായ ഒരു ദൈവമാണ്. ഈ അനീതിയുള്ള ന്യായാധിപൻ ആ ന്യായാധിപൻ്റെ അടുത്ത് കടന്നു വന്ന വിധവയുടെ വിഷയത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നീതിമാനായ ദൈവം, കരുണയുള്ള ദൈവം, ക്ഷമയുള്ള ദൈവം, ദയയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് മറുപടി തരാതിരിക്കുമോ? കർത്താവ് എന്തുവാ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും എന്തോ ചെയ്യും, മറുപടി നൽകി തരും. പിന്നെ കർത്താവ് അത് കഴിഞ്ഞിട്ട് അവിടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് 8-ാമത്തെ വാക്യത്തിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നെ എന്തുകൊണ്ട് ഈ ന്യായാധിപന വിധവയ്ക്ക് ആ സമയത്ത് ഉത്തരം കൊടുത്തില്ല? കർത്താവ് എന്തുകൊണ്ടാണിത് പറഞ്ഞത്? നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. ആ ഒരു നമ്മളിങ്ങനെ കണ്ടിന്യൂ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? മടുത്തു പോകാതെ, തളർന്നു പോകാതെ, തുടർമാനം മറുപടി ഇല്ലെങ്കിലും നാം ദൈവത്തോട് ഇങ്ങനെ ആ വിധവ എല്ലാ ദിവസവും ചെന്ന് ആ ന്യായാധിപനോട് അടുത്ത് ചെന്ന് തൻ്റെ സങ്കടം പറഞ്ഞതുപോലെ നാം എന്നും കർത്താവിൻ്റെ അടുത്ത് കടന്നു വന്ന് നമ്മളുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥന സബ്ജക്റ്റിന് ഒരു മറുപടിക്ക് വേണ്ടി നാം ക്ഷീണിച്ചു പോകാതെ ഡെയിലി പ്രാർത്ഥിക്കണമെന്ന് എന്തിനാണ് കർത്താവ് അങ്ങനെ ഓർപ്പിച്ചത്? നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് എന്തിനാണ് കർത്താവ് അത് അത്രയും വിഷയങ്ങൾക്ക് ലേറ്റാക്കുന്നത്, മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് താമസിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നാം പ്രാർത്ഥനയിൽ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മെക്കുറിച്ച്, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളാണ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ നമുക്ക് എന്തോ ചെയ്യും, മറുപടി ലഭിക്കും. ചില വിഷയങ്ങൾക്ക് വളരെ നാളുകൾ പ്രാർത്ഥിക്കണം. അതിന് കർത്താവിനുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നാം പ്രാർത്ഥനയിൽ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. കാരണം നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് സഹിഷ്ണുതയുള്ള ദൈവമാണ്. ആ യേശു കർത്താവിൻ്റെ മക്കളാകുന്ന നാമം നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയുണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി താമസിക്കുന്നത്. നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ വാക്കിനും വചനത്തിനും അനുസരിച്ച് തനിക്കുള്ളതെല്ലാം വിട്ട് താൻ കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ കർത്താവ് തന്നോട് പറഞ്ഞു, യഹോവയായ ദൈവം തന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 75-ാമത്തെ വയസ്സിൽ കടന്നു എന്ന് പറഞ്ഞ്, ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തിരയിലെ മണല് പോലെയും വർദ്ധിപ്പിക്കുമെന്ന്. 75-ാമത്തെ വയസ്സിൽ ദൈവം അവനൊരു വാഗ്ദത്തം കൊടുത്തതാണ്. എന്നാൽ 99 വയസ്സായിട്ടും ആ വാഗ്ദത്തത്തിനൊരു നിവർത്തി കാണുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, 24-25 വർഷത്തോളം ആ ദൈവ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തോട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ദൈവത്തിൻ്റെ ഭക്തൻ മടുത്തു പോയില്ല. നമുക്ക് അവൻ്റെ ശരീരം നിർജീവമായി തീർന്നൊരവസ്ഥയുണ്ട്. എന്നിട്ടും അവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ അബ്രഹാമിൻ്റെ 99-ാമത്തെ വയസ്സിൽ ദൈവം പിന്നെയും അവൻ്റെ അടുത്ത് എന്തോ ചെയ്തു, ഇറങ്ങി വന്നു. അവനോട് ആ വാഗ്ദത്തം അവന് പുതുക്കി കൊടുത്തു. ആ വാഗ്ദത്തത്തിന് നിവർത്തി പോലെ 100-ാമത്തെ വയസ്സിൽ ദൈവം അവൻ എന്തോ ചെയ്തു, ഒരു മകനെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു സഹിഷ്ണുത പഠിക്കുവാനും ദൈവം അവനെ പഠിപ്പിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അവനെ പഠിപ്പിച്ചൊരു സഹിഷ്ണുത പഠിപ്പിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. അതോടൊപ്പം അവൻ്റെ വിശ്വാസവും വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ഭക്തന്മാർ പറയുന്നത്, നാം പ്രാർത്ഥനയിൽ റെഗുലറായി തുടർമാനം നാം ക്ഷീണിച്ചും അടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. നമുക്കങ്ങനെ പ്രാർത്ഥനയും നമ്മെ സഹിഷ്ണുതയുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ്
നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം എന്തോ ചെയ്യരുത്, നമ്മുടെ പ്രാർത്ഥനയും കളഞ്ഞിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല, അല്ലെ ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധി വിട്ട് ഒരിക്കലും എന്തോ ചെയ്യരുത്, ഓടി അകന്ന് പോവരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മെ തൻ്റെ കളരിയിൽ ഓരോ കാര്യങ്ങൾ അഭ്യസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ എന്തോ ചെയ്യുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറച്ച് മറുപടി താമസിപ്പിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചാൽ, ഈ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമയിൽ ആ വിധവയ്ക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും അതുപോലെയാണ്. എപ്പോഴും നമുക്കെന്തോ ഉണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലൊരു പ്രതിയോഗിയുണ്ട്. പ്രൈസ് ലോർഡ്. പ്രതിയോഗി ഉള്ളത് കൊണ്ട് നമുക്കെന്തോ ഉണ്ട്, പല ഗുണങ്ങളും ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഹന്നായെ എടുത്ത് പഠിച്ചാൽ, ഹന്നായുടെ ജീവിതത്തിൽ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ അവളുടെ സഹോദരിയായ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഈ പെനീന എപ്പോഴും ഹന്നായെ എന്തോ ചെയ്യും, ഇങ്ങനെ ഒരു പ്രതിയോഗിയായി നിന്നുകൊണ്ട് അവളെ ഇങ്ങനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം ഈ പ്രതിയോഗിയുടെ വാക്കുകൾ കേട്ട് ഹന്ന പലപ്പോഴും ക്ഷീണിച്ച് മടുത്ത് പോയിട്ടുണ്ട്. ഒരുപാട് മനോവ്യസനം അനുഭവിച്ചിട്ടുണ്ട്, ദുഃഖിച്ചിട്ടുണ്ട്. എന്നാൽ ഹന്ന ഒരു ദിവസം ഒരു തീരുമാനമെടുത്ത്, ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് മനോവ്യസനപ്പെട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, ഞാൻ എന്തോ ചെയ്യണം, ആലയത്തിൽ കടന്നുപോയി ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ അധികം മുന്നോട്ട് പോകണം. ഈ പ്രതിയോഗിയുടേതായ ഉണ്ടാക്കിയ പ്രതികൂലങ്ങൾ അവളെ ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അവളെ അകറ്റിക്കളഞ്ഞില്ല. ആ ഹന്ന ദൈവസന്നിധി ചെന്ന് അതിശക്തിയോടെ മനോവ്യസനത്തോടെ ഹൃദയവേദനയോട് പ്രാർത്ഥിച്ചപ്പോൾ ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരിക്കൽ മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം നാം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. പ്രൈസ് ലോർഡ്. ഇവിടെ നാം ഹന്നായുടെ കാര്യത്തിൽ പെനീനയാണ്, ഒരു മനുഷ്യ സ്ത്രീയെ തന്നെയാണ് നാം എന്തോ ചെയ്തത് പറഞ്ഞത്, അവളുടെ സഹോദരി തന്നെയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ഇതിൻ്റെ പ്രതിയോഗി എന്ന് നമ്മളുടെ ജീവിതത്തിൽ, ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ പല രീതിയിൽ എന്തോ ചെയ്യും, പിശാച് കടന്നു വരും. മനുഷ്യനിലൂടെ പലപ്പോഴും പല വാക്കുകൾ നമുക്ക് നേരെ തൊടുത്തു വിട്ട് പിശാച് എന്തോ ചെയ്യും, അവൻ പ്രവർത്തിക്കും. നമ്മെ തകർത്ത് കളയുന്നതിന് വേണ്ടി പിശാച് അലറുന്ന സിംഹം പോലെ. നമ്മുടെ പ്രതിയോഗി ആരാ? പിശാച്, ഒരു മനുഷ്യനല്ല. ഇവിടെ ഹന്നായുടെ ജീവിതത്തിൻ്റെ പ്രതിയോഗി പെനീനയാണെന്ന് പറഞ്ഞാലും അതെന്തോ അല്ല, പെനീനയാകുന്ന ഒരു വ്യക്തി ജീവിതമല്ല, പെനീനയുടെ ഉള്ളിൽ പ്രവർത്തിച്ച പൈശാചികമാകുന്ന ആ ഒരു ശക്തി. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ തകർത്ത് കളയുന്നത് ചില മാനുഷിക വാക്കുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില പ്രവൃത്തികളാണെങ്കിൽ പോലും, അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിൻ്റെ ശക്തിയാണ്, പിശാചിൻ്റെ ശക്തിയാണ്. ദൈവമക്കളെ തകർത്ത് കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. എപ്പോഴും ദൈവമക്കളെ തകർത്ത് കളയുക, പലതരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മെ തകർത്ത് കളയുക, നമ്മളെ മടുപ്പിക്കുക, ഉള്ളിൽ ക്ഷീണിച്ച് മടുപ്പിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ കൊണ്ടുവരും, ചിലപ്പോൾ നിരാശകൾ കൊണ്ടുവരും, ചിലപ്പം പലതരത്തിലുള്ളതായ ദുഃഖങ്ങൾ കൊണ്ടുവരും, ചില പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പോകാതോ പ്രാർത്ഥിക്കാൻ കഴിയാതോ ഉള്ള തടസ്സങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ എന്തുവാ? പിശാച് നമ്മെ തകർത്ത് കളയുവാൻ, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളയുവാൻ, നിരാശകൾ, ഭാരങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മെ തകർത്ത് കളയുവാനായിട്ടുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. അതുകൊണ്ട് പിശാച്, ഒരു പ്രതിയോഗിയായ പിശാച് ഉണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തകർക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രതിയോഗിയെ നമ്മൾ എന്തോ ചെയ്യണം? പ്രാർത്ഥനയിലൂടെ ജയിക്കണം. ഹല്ലേലൂയ. ഹന്നായോട്, പെനീനയോട് യുദ്ധം ചെയ്യാൻ പോയില്ല. ഹന്ന ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ഇതുപോലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം അവരോട് യുദ്ധത്തിന് പോകരുത്.
വാക്കിന് വാക്ക് പറയാൻ നാം പോവരുത്. നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് എന്തോ ചെയ്യും? തക്ക സമയത്ത് നമ്മുടെ പ്രതിയോഗിയെ കർത്താവ് അവിടുന്ന് തൻ്റെ ദൂതനെ അയച്ച് മാറ്റിയിട്ട് നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രതിയോഗി ഉള്ളത് കൊണ്ട് ക്ഷീണിച്ച് തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ എന്തോ ചെയ്യാം? നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഇവിടെ നീതിക്ക് വേണ്ടിയും പാപത്തിനെതിരെയും അഥവാ പാപം ചെയ്യാതെയും ദൈവകൃപയ്ക്ക് വേണ്ടി നാം രാപ്പകൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നാം നമ്മുടെ ഭൗതിക വിഷയങ്ങൾ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ വിധവ ഒരു നീതിക്ക് വേണ്ടിയാണ്. അവളുടെ ജീവിതത്തിൽ അവളുടെ പ്രതിയോഗി അവളോട് പോരാടിയപ്പോൾ ദൈവമേ എനിക്കൊരു നീതി, അല്ലെ ആ യജമാനൻ്റെ അടുത്ത്, ആ ന്യായാധിപൻ്റെ അടുത്ത് കടന്നു വന്ന് പറഞ്ഞത്, എനിക്ക് നീതി എന്തുവാ ചെയ്തു തരണം. നാം നമ്മുടെ നല്ല ന്യായാധിപനാകുന്ന കർത്താവിൻ്റെ അടുത്ത് നാം കടന്നു ചെന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ അങ്ങെന്തോ ചെയ്യണം? നീതി നടപ്പാക്കി തരണം. പാപത്തിൽ ഞാൻ എന്തോ ചെയ്യരുത്, അകപ്പെട്ട് പോകാതെ കർത്താവെ എന്നെ സൂക്ഷിക്കണമേ. പാപത്തിൽ വീണു പോകാതെ, പാപത്തിൻ്റെ ശക്തികളിൽ ഞാൻ ബന്ധിക്കപ്പെട്ടു പോകാതെ, ശത്രുവിനെ പാപത്തിനകത്ത് കുടുക്കിക്കളയാതെ വണ്ണം കർത്താവെ അങ്ങനെ എന്തോ ചെയ്യണം? കരം പിടിച്ച് നടത്തണമേ എന്ന് നമ്മളെന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. നീതിക്ക് വേണ്ടി, പാപത്തിനെതിരെ പോരാടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് രാപ്പകൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്നും ചിലപ്പോൾ പ്രാർത്ഥിക്കാറില്ല. നാം നമ്മുടെ മറ്റു പല വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് എന്തോ ചെയ്യും? മറുപടിയെ നൽകി തരുവാനിടയായിത്തീരും. സ്തോത്രം. അടുത്തായിട്ട് നാം തുടർമാനം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നാം പ്രാർത്ഥിക്കാതിരുന്നാൽ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കും. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ഒരു ആവശ്യങ്ങൾ മാത്രം ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നാം എഴുന്നേറ്റ് പോയാൽ നമുക്ക് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ കഴിയത്തില്ല. നാം നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ദൈവത്തോടുള്ള ആഴമേറിയൊരു വിശ്വാസം നമുക്ക് വർദ്ധിപ്പാനിടയായിത്തീരും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് 25 വർഷക്കാലം അബ്രഹാം കാത്തിരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി 25 വർഷക്കാലം ആരും വെയിറ്റ് ചെയ്യാറില്ല. അബ്രഹാം ദൈവസന്നിധിയിൽ അങ്ങനെ വിശ്വസ്തയോടെ തൻ്റെ ശരീരം അങ്ങ് നിർജീവമായി പോയിട്ടും, സാറയുടെ ശരീരം നിർജീവമായി പോയിട്ടും അബ്രഹാം ദൈവവുമായുള്ള നിരന്തര ബന്ധം മുഖാന്തരം ഒരാഴത്തിലൊരു വിശ്വാസം, നിർമൃതപ്രായമായ ശരീരത്തിൽ നിന്ന് ദൈവത്തിന് ഒരു ജീവൻ പുറപ്പെടുവിക്കുവാൻ കഴിയുമെന്നുള്ളൊരാഴമേറിയ വിശ്വാസം ആ ദൈവഭൃത്യൻ്റെ ഹൃദയത്തിനകത്ത് അങ്കുരിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും നാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നാം വിചാരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു മറുപടി ലഭിച്ചില്ല എങ്കിലും നാം പിറുപിറുത്ത്, നാം മടുപ്പുള്ളവരായി, തളർന്നവരായി, നാം പ്രത്യാശ നഷ്ടപ്പെട്ടവരായി നാം പിന്നോട്ട് പോകാതെ നാം നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമോ ഹല്ലേലൂയ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും തക്ക സമയത്ത് അവരെ പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിക്കും. ഹല്ലേലൂയ. ഈ അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയുടെ കാര്യത്തിൽ അത്രയും ഒരു കാര്യം ചെയ്തെങ്കിൽ നമ്മുടെ കർത്താവ് സ്നേഹവാനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആ ഒരാഴമേറിയ വിശ്വാസം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മുൻപിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരും. നാം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ആഴമേറിയ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു.
അപ്പോൾ അവരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. ഞങ്ങളെ കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും ഈ വിഷയത്തിന് മറുപടി തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങളുടെ കർത്താവിനെ സേവിക്കും. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആഴമേറിയ ഒരു വിശ്വാസം ദൈവസന്നിധിയിൽ നിന്ന് നാം പ്രാപിച്ചെടുത്താൽ നമ്മുടെ ചെറിയ ചെറിയ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെങ്കിലും, അതിന് മറുപടി താമസിച്ചാലും നാം വിശ്വാസ സ്ഥിരതയോടെ ഹാലലൂയ നിൽക്കുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിച്ച് മടുത്ത് തളർന്ന് തകർന്നു പോകുവാൻ ഒരിക്കലും ഹാലലൂയ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. സ്തോത്രം. ഹാലലൂയ. കർത്താവിയുടെ ഉപമയിൽ പറയുന്ന ആ ഒരു ഉപമ പറഞ്ഞ് കർത്താവ് തീർത്തിട്ട് കർത്താവ് അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഈ ഒരു ഉപമ പറഞ്ഞിട്ട് കർത്താവ് അത് പറയുകയാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നാം പ്രാർത്ഥനയിൽ നിരന്തരം പോരാടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും. ഹാലലൂയ. ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മനുഷ്യപുത്രൻ്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശുദ്ധന്മാർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. ഹാലലൂയ. വലിയ പ്രാസംഗികനായ C.H. സ്പർജൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉണങ്ങി വരേണ്ട അവസ്ഥകൾക്കൊരു വലിയ മാറ്റം സംഭവിക്കും. ഒരു ഉണങ്ങിയ വൃക്ഷം ഒരു മഴ പെയ്യുമ്പോൾ കിളിച്ച് അത് വരുന്നത് പോലെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണങ്ങിപ്പോയെന്ന് തോന്നിയാലും അതെന്തോ ചെയ്യും? കിളിച്ച് അത് ഫലപുഷ്ടമുള്ളതായി മാറും. ഹാലലൂയ. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ജീവൻ തന്നെ പ്രാർത്ഥനയിലാണ്. സ്തോത്രം. നാം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ആത്മീക ജീവൻ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഒരാത്മീകമാകുന്ന ഒരു വിശാലത നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. നമ്മുടെ ഭൗതികമാകുന്ന വിഷയങ്ങൾക്ക് കർത്താവ് ഹാലലൂയ മറുപടിയെ നൽകിത്തരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന് തടസ്സമായി അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ നാം എന്തു ചെയ്യണം? സ്വയമായി കണ്ടെത്തണം. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തളർന്നു പോകുന്നു? എന്താണതിന് കാരണം? എൻ്റെ മനസ്സിനെ ഇടിച്ചു കളയുന്നതായ എന്താണ് വിഷയം? അത് നാം സ്വയം കണ്ടെത്തണം. എന്നിട്ട് അതിൽ നിന്ന് നാം ഒരു വിടുതലിനു വേണ്ടി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ആദ്യം ഈ വിഷയങ്ങളിൽ നിന്ന് നീ അങ്ങെന്തോ ചെയ്യണം? വിടുവിക്കണം. എനിക്ക് നിരന്തരം പ്രാർത്ഥിക്കുവാൻ കഴിയാതെ എന്നെ തടസ്സപ്പെടുത്തുന്ന, എന്നെ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾ, ശ്രദ്ധയോടെ എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കണ്ണുനീരോടെ, എനിക്ക് ആഴമേറിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ ആ വിഷയങ്ങളിൽ നിന്നൊന്ന് വിടുവിച്ച്, എൻ്റെ കർത്താവേ, നീ എനിക്കെന്തോ അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം ആദ്യമേ പ്രാർത്ഥിക്കണം. അങ്ങനെ നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മെ പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ എന്തോ ചെയ്യും? മാറിപ്പോകും. നിരാശയാണെങ്കിൽ അത് മാറിപ്പോകും. മറ്റു എന്തു തന്നെ ബുദ്ധിമുട്ടുകളായാലും, മനസ്സ് മുറിപ്പെടുത്തുന്ന അവസ്ഥകളായാലും അതൊക്കെ മാറിയിട്ട് നാം നിരന്തരം ദൈവസന്നിധിയിൽ എന്തോ ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കുവാൻ കഴിയും. അങ്ങനെ നിരന്തരം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് മടുത്തു പോയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഇതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കഴിയാതെ മാറി നിരാശയുള്ളവരായിരിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ഒരു അവസ്ഥയല്ല. അങ്ങനെ നാം ആയിരുന്നാലും നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ കടന്നു പോകാൻ കഴിയത്തില്ല, പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നാൽ നിരന്തരം ഹല്ലേലൂയ നമ്മെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങളെയൊക്കെ നാം മാറ്റിക്കളഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു മോചനം ലഭിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴത്തിലിറങ്ങി ചെല്ലുവാനിടയായിട്ട് നമ്മുടെ കർത്താവുമായിട്ട് വിശ്വാസത്തിലൊരു വലിയ ബന്ധം നമുക്ക് സ്ഥാപിപ്പാനിടയായിത്തീരും. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നമുക്ക് ഹല്ലേലൂയ നമ്മെ മാറ്റി
കളയത്തില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാനിടയായിത്തീരും. ഇന്ന് അനേകരുടെ വിശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആത്മീക ഗോളത്തിൽ അനേകരുടെ വിശ്വാസം, ഹല്ലേലൂയ, വിശ്വാസവീരന്മാർ വളരെയധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവരൊക്കെ പലപ്പോഴും ക്ഷീണിച്ചും തളർന്നും, ഹല്ലേലൂയ, മടുത്തുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭക്തന്മാർ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക്, ഹല്ലേലൂയ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. നമുക്ക്, ഹല്ലേലൂയ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നാളുകളായി പ്രാർത്ഥിച്ച് തളർന്ന് ക്ഷീണിച്ച് മടുത്തവരായി മാറിപ്പോകാതെ കർത്താവിനോട് നമുക്ക് അടുത്തു ചെല്ലാം. അപ്പാ, അങ്ങൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. രാപ്പകൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. അങ്ങനെ നാം പ്രാർത്ഥിച്ചുകൊണ്ട് നാം വിശ്വാസത്തിൽ വർദ്ധിച്ച് വന്നാൽ നമുക്ക്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ, ഹല്ലേലൂയ, വരവെങ്കിൽ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് സ്വയമേ നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ വചനത്തിലും, ഹല്ലേലൂയ, പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ ആത്മാവിലുമൊക്കെ മാത്രമേ നമുക്ക്, പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്ത് തളർന്ന് തകർന്നവരായി മാറി നിൽക്കുന്നവരാണെങ്കിൽ ഈ ഹല്ലേലൂയ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോടാണ് സംസാരിക്കുവാനുള്ളത്. ഹല്ലേലൂയ. നാം പലപ്പോഴും അനേകരുടെ മെസ്സേജുകളൊക്കെ നാം കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എന്താണ്ട് അനുഗ്രഹങ്ങൾ വരുന്നു, നിങ്ങൾ ആയുധ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് കേട്ട്, ഹല്ലേലൂയ, ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. ഒരനുഗ്രഹവും ലഭിക്കത്തില്ല. ഹല്ലേലൂയ. നാം തന്നെ നമ്മെ തന്നെ ക്രമീകരിച്ച് നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ക്ഷമയോടും സഹിഷ്ണുതയോടും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെ, ഹല്ലേലൂയ, തിരിച്ചറിഞ്ഞുകൊണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, നീതിക്ക് വേണ്ടി പാപത്തിനെതിരായും പോരാടുവാനും, സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നാം യാചിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അതിനെല്ലാം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നാം വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് എല്ലാറ്റിനും ആധാരമായിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ നാം ആഴത്തിൽ എഴുതണം. സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയിൽ ദൈവഹിതപ്രകാരം നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടി തരും. മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളാരെങ്കിലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഇതുപോലെ പ്രാർത്ഥിച്ച് തളർന്ന് ക്ഷീണിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ട് ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക്, ഹല്ലേലൂയ, നിങ്ങൾ ആ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ, ഹല്ലേലൂയ, ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായി തീരുവാനിടയായിത്തീരും. കർത്താവ്, ഹല്ലേലൂയ, നിങ്ങൾക്കും അതിൻ്റേതായ പ്രതിഫലം തരും. സ്തോത്രം. നമ്മുടെ കർത്താവ് ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവവചനം പ്രമാണിച്ച് ദൈവവചനം അനുസരിച്ച് പ്രാർത്ഥനയിൽ പോരാടി ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ,
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നപ്പാ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരാണ് പലപ്പോഴും. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചവരായി തീരാറുണ്ടപ്പാ. ഞങ്ങൾ പിറുപിറുക്കുന്നവരായി തീരാറുണ്ട്. ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി തീരാറുണ്ട് കർത്താവേ. എന്നാൽ അല്ലൊരു ദൈവസന്നിധിയിലോട്ട് ഞങ്ങൾക്ക് അടുത്ത് വരാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. എന്നാൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ഹല്ലേലൂയ. നല്ല ന്യായാധിപനായ അങ്ങ് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ അങ്ങ് ശക്തനാണെന്ന് ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ പിന്നെയും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് വീക്ഷിക്കുന്ന ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തി എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ചെയ്തെടുത്താട്ട് ആരെങ്കിലും ഇതേ അവസ്ഥകളിലൂടെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട നാളുകൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ലഭിക്കുന്നില്ല എന്ന് തോന്നിയിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവരോട് സംസാരിച്ചാട്ട് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ അവരെ അങ്ങ് മടക്കി വരുത്തിയാട്ട് അവരെ ശക്തിയുള്ളവരാക്കി തീർത്താട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമം മഹിമപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.